എതിറഫ് സാറെ, തൃശ്ശൂരാണ് താങ്കൾ താമസിക്കുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJP ജയിച്ചതിന് ശേഷം രീതിയിലുള്ള അവകാശവാദങ്ങൾ വരുന്നു. 2026 തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ അനുരണനങ്ങൾ കേരളം മുഴുവൻ ഉണ്ടാവുമെന്ന് സംഘപരിവാർ അവകാശപ്പെടുന്നു. രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? BJP നേതാക്കളുടെ അത്തരത്തിലൊരു അവകാശവാദം വെച്ചു പുലർത്തുന്നത് പക്ഷെ യാഥാർത്ഥ്യമല്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു തൃശ്ശൂരിലെ വിജയം എന്ന് പറയുന്നത് അത് പല ഘടകങ്ങൾ ആശ്രയിച്ചുകൊണ്ടാണ്. അത് BJPയുടെ വിജയമായി ഞാൻ കാണുന്നില്ല. അത് പലതരത്തിലുള്ള ഘടകങ്ങൾ ആ കാര്യത്തിൽ സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയുടെ വിജയത്തിലേക്ക് എത്തി എന്ന് വേണം എന്റെ ഒരു അഭിപ്രായത്തിൽ പറയാൻ. പിന്നെ അതിന്റെ ഒരു തുടർ പ്രതികരണം എന്നുള്ള നിലയ്ക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഒരുപാട് നേട്ടമുണ്ടാകുമെന്നുള്ള ഒരു വ്യാമോഹം, അത് വ്യാമോഹമായി തന്നെ നിലനിൽക്കും എന്നാണ് എന്റെ അഭിപ്രായം. കാരണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം BJPയുടെ ഇപ്പോൾ നടത്തുന്ന ചില പൊടിക്കൈകളും അതുപോലെ തന്നെയുള്ള ചില പ്രീണന നയങ്ങളുമൊക്കെ കേരളത്തിലെ ക്രൈസ്തവ ജനത മാത്രമല്ല പൊതു സമൂഹം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിലെത്തുമ്പോൾ വലിയ ക്രൈസ്തവ പ്രേമം നടിക്കുന്ന BJP നേതാക്കൾ കേരളം വിട്ടാൽ ഏത് നിലപാടാണ് എടുക്കുന്നത് എന്ന് ഏറ്റവും ഒടുവിലത്തെ സംഭവം ജബൽപൂരിലെ തൃശ്ശൂരിലെ തന്നെയുള്ള ഒരു വൈദികന്റെ നേരെ നടന്ന അതിക്രമത്തെ കാണുമ്പോൾ അതിന്റെ പൊള്ളത്തരം നമുക്ക് വെളിച്ചത്ത് വരികയാണ്. BJP നടത്തുന്ന ഈ നാടകം ഒരു തരത്തിലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വെച്ചു പുലർത്തുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് ചില പുരോഹിതന്മാർ തന്നെ ഇപ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു നിലപാട് BJP എടുക്കുന്ന ഇരട്ടത്താപ്പ് ചില ക്രൈസ്തവ പുരോഹിതർ തന്നെ പച്ചയ്ക്ക് പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ കേരള ജനത നിൽക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ BJPക്ക് വേരുറപ്പിക്കാൻ വളരെ പ്രകടമായ ഒരു അജണ്ട അവർ കുറച്ചു കാലങ്ങളായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഇവിടെ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായത്തിൽ പ്രബലമായ 2 സമുദായങ്ങളാണ് ക്രൈസ്തവ സമുദായവും മുസ്ലിം സമുദായവും. ഇവർ ഒന്നിച്ചു നിന്നാൽ ഒരിക്കലും BJPയുടെ വ്യാമോഹം നടപ്പാകില്ല എന്നറിയാം. അപ്പോൾ അവിടെ ഒരു പിളർപ്പുണ്ടാക്കാനും ക്രൈസ്തവരുടെ ഇടയിൽ ഒരു അമിതമായ മുസ്ലിം വിരോധം അടിച്ചേൽപ്പിക്കാനുമുള്ള ഒരു ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി BJPക്കാർ ശ്രമിക്കുന്നത്. അതിൽ അവർ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അത്തരത്തിൽ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കേരളത്തിലെ BJPക്ക് ഒരു തരത്തിലും ന്യൂനപക്ഷ സമുദായങ്ങളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇതിനോടനുബന്ധിച്ചൊരു ചോദ്യം, താങ്കൾ പറഞ്ഞു തൃശ്ശൂരിലെ വിജയം എന്താ നമ്മൾ ഫ്ലൂക്ക് എന്നൊക്കെ പറയാം, ഒരു ഫ്ലൂക്കായിട്ടുള്ള വിജയമാണെന്ന് പറയാം. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപക്ഷെ തൃശ്ശൂരിലെ പൊതുസമൂഹം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്ന പ്രതീക്ഷ തങ്ങൾക്കൊരു മണ്ടത്തരം പറ്റി എന്നുള്ള തിരിച്ചറിവ് തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു? എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ സംഘടിതമായി ഒരു ക്രൈസ്തവ മുന്നേറ്റം അല്ലെങ്കിൽ നീക്കം സംഘപരിവാർ ശക്തിക്ക് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ അതിന്റെ സ്റ്റാറ്റിക്സ് പഠിച്ചിട്ടാണോ പറയുന്നത്? അതെ, പക്ഷേ അതിന് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ ഒരു സുഹൃത്തു കൂടി രചിച്ച ഒരു പാട്ടാണ് ഈ കഴിഞ്ഞ ഈസ്റ്ററിന് മുമ്പ് സുരേഷ് ഗോപി ആലപിച്ച ഒരു ഗാനം, സുരേഷ് ഗോപിയും ഭാര്യയും കൂടി ആലപിച്ച ഒരു ഗാനം, നന്ദിയോടെ എന്നുള്ള ഒരു ഗാനം. ആ ഗാനം ചില കേന്ദ്രങ്ങളിൽ, ചില ചാനലുകൾ, ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല, ചാനലുകൾ ദിനം പ്രതി എന്ന വണ്ണം അത് പ്രക്ഷേപണം ചെയ്യുകയും അത് ക്രൈസ്തവ കുടുംബങ്ങളിലെ ചില പ്രായമായ സ്ത്രീകൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആ ചാനലുകളിലൂടെ ഈ
പാട്ട് സ്ഥിരമായി കേൾക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും സുരേഷ് ഗോപി ഒരു ക്രൈസ്തവ ഒരു ചായവുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്നും അവരെ ജയിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും പറയാതെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പരോക്ഷമായിട്ടുള്ള ചില നടപടികളാണ് സുരേഷ് ഗോപിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എന്നാണ് എന്റെ വിശ്വാസം. പ്രേക്ഷകരുടെ അറിവിലേക്കായി KJ റാഫി ചേട്ടന്റെ അടുത്തുള്ള പള്ളി, സ്വന്തം ഇടവക പള്ളിയാന്ന് തോന്നുന്നു, അവിടെയാണ് സുരേഷ് ഗോപി കിരീടം സമർപ്പിച്ചത്. അവിടെയുള്ള വിശ്വാസികളൊക്കെ താങ്കൾ സംസാരിക്കാറുണ്ട്. അവരോടൊക്കെ അവരൊക്കെ എങ്ങനെയാണ്? അവരൊക്കെ വളരെ നിരാശരാണോ? പക്ഷെ അങ്ങനെ സുരേഷ് ഗോപി ലൂർദ് കത്തീഡ്രൽ കിരീടം ചാർത്തി എന്നുള്ളത് കൊണ്ട് ലൂർദ് കത്തീഡ്രൽ ഇടവകയിലെ ബൂത്തുകളിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് താങ്കളെ കൃത്യമായി ഞാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ കൃത്യമായി അങ്ങനെ ഒരു പ്രത്യേകിച്ച് പറഞ്ഞാൽ ലൂർദ് പള്ളി ഇരിക്കുന്ന ബൂത്തിൽ ഇരിക്കുന്ന ബൂത്തിൽ 104 ബൂത്തിൽ 73 വോട്ടേ ഉള്ളൂ. 73, കേവലം 73. അതായത് കൃത്യമായിട്ട് കിരീടധാരണം കൊടുത്ത വലിയ വിവാദങ്ങളുണ്ടായി. കിരീടധാരണം ചെയ്ത പള്ളി ഇരിക്കുന്ന കൃത്യമായ ബൂത്തിൽ കേവലം 73 വോട്ടുകൾ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ അത് വ്യാപകമായിട്ടൊരു അവിടെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. അത് വെച്ച് പല സ്ഥലങ്ങളിലും വോട്ട് എടുത്തിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. അതുണ്ടായിട്ട് ഞാൻ പറഞ്ഞില്ല, അതെല്ലാം ഞാൻ നേരത്തെ അവരൊക്കെ തിരിച്ചറിയുന്ന ആവശ്യമില്ല. പറഞ്ഞ പരോക്ഷമായ ചില നടപടികളാണ്. ചെയ്തു കൊടുക്കുന്നു. പിന്നെ 10 പവന്റെ ഒരു കിരീടം ഞാൻ ജയിച്ചാൽ കൊടുക്കുമെന്ന് പറയുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഒരു സംഘടിതമായി ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ സഭയുടെ അണികളുടെ നേതൃത്വത്തിൽ അൽമായ നേതൃത്വത്തിൽ നിന്നോ അങ്ങനെ ഒരു മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ ചില നിസ്സംഗത, അവരുടെ ചില നിഷ്പക്ഷ മതി എന്ന് തോന്നിക്കുന്ന നിലപാടുകൾ BJP NDA നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കേരള രാഷ്ട്രീയത്തിലെ വളരെ ശക്തമായ നേതാവുള്ള PC ജോർജും മകനും കോട്ടയത്തും മധ്യ തിരുവിതാംകൂറിൽ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ്. BJPക്ക് എത്രത്തോളം അടിസ്ഥാനമുണ്ട് ഈ പ്രസ്താവനയ്ക്ക്? PC ജോർജും ജോർജും ഒക്കെ തലകുത്തി നിന്നിട്ട് കേരളത്തിന്റെ ആദർശ പുരുഷനായ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അവിടെ മത്സരിച്ചിട്ട് എത്ര വോട്ട് കിട്ടി എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഉത്തരം. വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. BJPക്കാരോട് എനിക്കൊന്ന് കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ വെച്ച് നോക്കാൻ പോകുന്നു, പക്ഷെ അതൊരു റിയലിസ്റ്റിക് ആയിരിക്കണം. അവരുടെ ഒരു നൊട്ടോറിയസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവരുടെ പ്രധാന പ്രസിഡന്റ് കെ സുരേന്ദ്രനായിട്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് 35 സീറ്റ് ഉണ്ടായാൽ മതി കേരളം ഭരിക്കണമെന്ന്. അതേപോലെ ഞങ്ങൾക്കൊരു 6 സീറ്റ് ഉണ്ടായാൽ മതി ഞങ്ങൾ കോർപ്പറേഷൻ ഭരിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാം.